ഹലോ, ഞങ്ങൾ ഇന്ന് സാധനം മേടിക്കാൻ പോയി. അപ്പം ലച്ചുവിന് സ്കൂളൊക്കെ തുറക്കുമല്ലേ, സ്കൂളിലേക്ക് കുറച്ച് സാധനം മേടിക്കണമായിരുന്നു. പിന്നെ വീട്ടിലേക്കും കുറച്ച് സാധനം മേടിക്കണമായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇപ്പം കുറച്ച് സാധനമേ ഉള്ളായിരുന്നത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഇരിക്കുന്നതൊന്നും മേടിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം മേടിച്ചതൊക്കെ നമുക്ക് ഇരിക്കുമല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിപ്പിക്കും, അങ്ങനെ. അതല്ലാതെ ഇരിക്കുന്ന സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഇല്ലാത്ത സാധനങ്ങളെല്ലാം മേടിച്ച. ആ സാധനമില്ല പൊക്കോട്ടെ, നീ എന്താ കാണിക്കുന്നത്? പോകുന്ന ഇരിക്കുന്ന സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുള്ളൂ. മേടിക്കാത്തുള്ളൂ കേട്ടോ. അപ്പൊ കാണിക്കാം എന്തൊക്കെയാ മേടിച്ചത്. എന്ത് കണ്ടോ, ക്യാരറ്റ് മേടിച്ചു, വെളുത്തുള്ളി മേടിച്ചു, പിന്നെ ക്യാബേജ് മേടിച്ചു, ബീൻസ് മേടിച്ചു, എന്തെങ്കിലും ഉണ്ടോടാ, പിന്നെ ഇഞ്ചി മേടിച്ചിട്ടുണ്ട്. ഇഞ്ചി കണ്ടോ, ഇഞ്ചി മേടിച്ചിട്ടുണ്ടേ. പച്ചക്കറിയില് ഇത്രയും മേടിച്ചു. പിന്നെ അപ്പുറത്ത് മേടിക്കേ, പിന്നെ പച്ചക്കറി മേടിച്ചത് ചേന മേടിച്ചു, സവാള മേടിച്ചു, പിന്നെ തേങ്ങ മേടിച്ചു. തേങ്ങ ഇതിനടിയിലാണേ. തേങ്ങ മേടിച്ചു. രണ്ട് തേങ്ങ കാണാമോ, അടിച്ചെളിയുണ്ടോ? ഓക്കെ. അപ്പം പച്ചക്കറി സാധനങ്ങളിൽ ഇത്രയും മേടിച്ചിട്ടുള്ളൂ. ബാക്കി പച്ചമുളക്, അങ്ങനെയൊക്കെ കാന്താരിയൊക്കെ ഇവിടെയൊക്കെ നിപ്പുണ്ട്. പിന്നെ വെണ്ടയ്ക്കൊക്കെ നമുക്ക് ഇവിടെ നിപ്പുണ്ട്. ഇപ്പൊ തൽക്കാലം ഇത്ര മേടിച്ചുള്ളൂ. എല്ലാം കൂടെ മേടിച്ചു വെച്ചാൽ അഴുക്കാത്തില്ല. അപ്പം ഇത്രയും മേടിച്ചത് അങ്ങോട്ട് നമുക്ക് നീക്കി വെക്കാം. പിന്നെ അരി മേടിച്ചു. അരി 10 കിലോ പവിഴത്തിന്റെ കുത്തരി മേടിച്ചായിരുന്നേ. പിന്നെ പിന്നെ ഇതുണ്ടോ, എണ്ണ മേടിച്ചു. ഇത് മറ്റേ വിളക്ക് കത്തിക്കാനും മേടിച്ചെണ്ണ. പിന്നെ ഇത് കണ്ടോ, ഇത് തുണി മേടിച്ചതാ. തുണി, അടുക്കളയിലെ തുണിയില്ലേ, നമ്മൾ തുടയ്ക്കാനൊക്കെ എടുക്കുന്ന തുണി, ഇത്രയും തുണി മേടിച്ചോ. തുണി അടുക്കള തുടയ്ക്കാനൊക്കെ മേടിച്ച. ഇത് പിന്നെ KP നമ്പൂതിരിസിന്റെ മറ്റേ പേസ്റ്റ് ഒരെണ്ണം. ഇത്ര പേസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് പിന്നെ ഷാമ്പു, മറ്റേ KP നമ്പൂതിരിസിന്റെ ഷാമ്പു. പിന്നെ ഇത് നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന സാധനം. പിന്നെ ഇത് മറ്റേ കഷത്തി പെട്ടുന്ന. പിന്നെ ഇത് നമുക്ക് പിന്നെ സ്കൂൾ തുറപ്പിന്റെ കാണിക്കുമ്പോ കാണിക്കും. ഇതെല്ലാം ഇന്നത്തെ വെച്ചാൽ അത്. പിന്നെ ഇത് ഇച്ചിരി ബിരിയാണിയിൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ പറങ്ങണ്ടി, ഇത് അണ്ടിപ്പരിപ്പും ഒക്കെ. ഇത് പിന്നെ റവ, ഇത് പിന്നെ ആട്ട, ഇത് കൊഞ്ച്. പിന്നെ ഇതും പിന്നെ തുണി, ഇത് ബദങ്ക. ഇത് ഈ പെണ്ണ് മേടിച്ച പീനട്ട് ബട്ടർ ജോലി, അങ്ങനല്ലേ എന്റെ പേര്. ഈ ബ്രെഡിലൊക്കെ തോത്ത് വരട്ടെ, ഇത് വരട്ടെ. പിന്നെ ഇത് മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ. പിന്നെ ഞാൻ ഈ സാധനം മേടിച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഞാനാണെങ്കില് ഇതിനകത്തൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ കത്തിച്ചു വെച്ചാൽ നല്ല മണം കിട്ടുമെന്ന്. നമ്മുടെ റൂമിലും ഒക്കെ നല്ല മണം കിട്ടും. അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി മേടിച്ചതാ. ഇതിന് എന്താ വില നോക്കട്ടെ, ഇങ്ങോട്ട് വന്നേ. ഇത് പിന്നെ കണ്ടോ, മസാല പപ്പടം. ഇതുവരെ തിന്നിട്ടില്ല. ഇത് എന്തുവാ നമുക്ക് നോക്കാം ഉണ്ടാക്കിട്ടെ. അതാ ഞാൻ പറഞ്ഞേ. ഇത് പിന്നെ മെഴുകുതിരി. ഇപ്പം കറണ്ട് ഒക്കെ പോവല്ലോ, മഴയായോണ്ട കറണ്ട് ഒക്കെ പോകുന്നുണ്ട്. മെഴുകുതിരി മേടിച്ചു. പിന്നെ ഇത് പഞ്ചാര മേടിച്ചിട്ടുണ്ട്. പഞ്ചാര പപ്പടം അല്ലാത്ത നോർമൽ പപ്പടം. ഇത് പിന്നെ മറ്റേ വിളക്ക് നമ്മൾ കത്തിക്കുന്നിടത്ത് സാമ്പ്രാണി. പിന്നെ ഇത് പേസ്റ്റ്, മറ്റേ കോൾഗേറ്റിന്റെ. ഇവര് കോൾഗേറ്റാ ഉപയോഗിക്കുന്നത്. KP നമ്പൂതിരിസ ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് എനിക്കതേ പറ്റത്തുള്ളൂ, പല്ലുവേദന വരും. ഇത് ഡാൽഡ. ഇത് നമ്മള് ബിരിയാണി ഉണ്ടാക്കാൻ മേടിച്ച ഡാൽഡ. സ്കൂൾ ഉറപ്പിന്റെ ഇങ്ങോട്ട് മാറ്റി വെക്കാം, നമുക്ക് പിന്നെ കാണിക്കാം. ഇത് ഇത്രയും പഞ്ചാരയാണ്. ഇത് പഞ്ചാരയാ. ഇത് ഇപ്പം ഈ ഒരു മാസത്തേനല്ല പഞ്ചാര ഇത് ഇങ്ങനെ മേടിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇച്ചിരി തീരുന്ന സാധനം ഇച്ചിരി ഇങ്ങനെ മേടിച്ച് കൂട്ടത്തി വെക്കുന്ന. എന്നിട്ട് പിന്നെ 2 മാസമോ 3 മാസമോ ഒക്കെ കഴിഞ്ഞ് മേടിക്കത്തുള്ളൂ. ഇതൊക്കെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പൊ ഇത്രയും കഴിഞ്ഞേ, ഇത്രയും. അത് തള്ളി അതിന്റെ കൂടെ താഴെ പോയി പോകുന്നു. ഇത് സ്കൂൾ ഉറപ്പിന്റെ ആയിട്ട് അതങ്ങനെ ഞാൻ വെച്ചത്. ഇത് ഇത്രയും ഓക്കെ. ഇത്രയും മേടിച്ചത് കഴിഞ്ഞു. ഇത്രയും ഓക്കെ ആയേ.
ഇത് സ്കൂൾ ഉറപ്പിന്റെ ആയതുകൊണ്ട് ഇതിങ്ങനെ കാണിക്കുന്നത്. ഇത് പച്ചക്കറി അകത്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ബാ, ഇങ്ങോട്ട് വരാം. അവിടുത്തെ എല്ലാം കൂടെ പറക്കി വെച്ചേക്കല്ലേ. ഇത് അതിനകത്ത് പോയത് സാമ്പ്രാണി മറ്റേ ഇട്ടെ ഇട്ടെ. ഇത് സ്കൂൾ ഉറപ്പിന്റെ കാണിക്കാം. ഇത് പിന്നെ കോരി മറ്റേ തൂത്ത് കോരുന്ന കോരി ഇവിടെ ഇല്ലായിരുന്നു. കോരി മേടിച്ച. ഇത് തുണി കഴുകുന്ന സോപ്പ്. ഇതും ഇത് തുണി കഴുകാൻ ലിക്വിഡ് മേടിച്ച. ഇതും തുണി കഴുകുന്ന ലിക്വിഡ് മേടിച്ചു. പിന്നെ ഇത് മറ്റേ കുളി സോപ്പ്. ഇത് കുളി സോപ്പ്. ഇത് നമ്മള് കൈയൊക്കെ കഴുകാനും കക്കൂസിലൊക്കെ വെക്കാനും ഒക്കെ ഉള്ളതാണ്. ഇനി ഇത് പാത്രം കഴുകാന് പ്രില്ല. എനിക്ക് പ്രില്ല ഇഷ്ടം. വിമ്മിനെക്കാളിലും എനിക്കിഷ്ടം പ്രില്ല. തൈര്. തൈര് എങ്ങനെ ഇതിനകത്ത് തോന്നേ. അപ്പൊ തൈര്. പിന്നെ ഇതായിട്ട് 2 വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ട്. 2 വെളിച്ചെണ്ണ. 2 വെളിച്ചെണ്ണ. ഇത്ര ഉള്ളൂടാ? തീർന്നോ? പിന്നെ ഇതിന്റെ ഈ പെട്ടിക്കകത്ത് ഉണ്ടാക്കിയാ നോക്കാം നമുക്ക്. ഇത് അലുവ. ഞാൻ കാണിക്കാം, പറയട്ടെ. പല പല കളറുള്ള അലുവ. ഇത് കണ്ടോ, ഇത് അലുവ. ഇത് പല പല കളറുള്ള അലുവ. ഇത് പാർലേജി ബിസ്ക്കറ്റ്. ഇത് ബ്രെഡ്. സോപ്പിന്റെ കൂടെ ഒന്നും വെക്കാം. തിന്നുന്ന സാധനം സോപ്പിന്റെ കൂടെ വെക്കല്ലേ. തൈര് കൊണ്ട് അതിന്റെ കൂടെ വെച്ചേക്കുന്നു. പന്ന ഒരു ഫ്രീ ആവണം. ഇത് ബിസ്ക്കറ്റ്. ഇത് മറ്റേ ഇത് കഴിഞ്ഞാണോ? ഇത് പിന്നെ ബിസ്ക്കറ്റ്. ഗുഡ് ഡേ ബിസ്ക്കറ്റ്. ഇത് പിന്നെ മസാല കപ്പലണ്ടി അതെ. ഇത് കണ്ടോ. ഇത് പിന്നെ മറ്റേ ബ്രെഡ്. ഈ ബ്രെഡും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബിസ്ക്കറ്റും മേടിച്ചിട്ടുണ്ട്. ഫ്രൂട്ടിന്റെ ചെറിയ ബൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഇത് നോർമൽ ബ്രെഡ്. അത്രേ ഉള്ളൂ. പിന്നെ സ്കൂൾ ഉറപ്പിന്റെ സാധനം മേടിച്ചെന്ന് പറയാന് ഇച്ചിരി കളക്കി കാണിക്കാം. ഞാൻ കാണിച്ചു തരാം. നിൽക്കാം. ഇതുണ്ടോ സ്കൂൾ ഉറപ്പിന് പുസ്തകവും ബുക്ക് 10 ബുക്കല്ലാണ് നമ്മൾ മേടിച്ച്. 10 ബുക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ പുസ്തകവും സ്കൂളിൽ നിന്ന് കിട്ടിയല്ലോ, അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ബാഗ് കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു. പാത്രം കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു. പിന്നെ കുപ്പി. പാത്രം ഇനി ഋഷിയുടെ കൊണ്ടുപോകുന്നത്. ഋഷിയുടെ പാത്രം. പിന്നെ കുപ്പി കഴിഞ്ഞ വർഷത്തെ ഉണ്ട്. പിന്നെ ഇത് മേടിച്ചെന്ന് പറയാൻ പേപ്പർ മേടിച്ചു. പേന ഇങ്ങനെ ഇത്ര മേടിച്ചു. പിന്നെ ക്യാമലിന്റെ ഒരു ബോക്സ് മേടിച്ചു. പിന്നെ ഒരു പശയും മേടിച്ചു. ഇൻസ്ട്രുമെന്റ്. അതൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ പേന എന്ന് പറഞ്ഞാൽ ഇത്രയും മേടിച്ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ, പേന ഇപ്പോഴത്തെ പേനകള് കുറച്ച് കഴിയുമ്പോഴത്തേനും മഷി തീരുന്നൊന്നുമല്ല, കുറച്ച് കഴിയുമ്പം തെളിയത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും പേന മേടിച്ചത്. അപ്പം ഇത്ര സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.